നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്നും ലഭിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് അറസ്റ്റ് വാറണ്ട്. ക്രിമിനൽ നടപടികളെ തുടർന്നാണ് ഹേഗിലെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇപ്പോൾ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കോടതിക്ക് മുൻപാകെ കീഴടങ്ങിയില്ല എങ്കിൽ ഇസ്രായേലിന് പുറത്തേക്ക് ഏത് നിമിഷം പറന്നു പൊങ്ങിയാലും അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് 122 രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ഹേഗ് നടത്താനായി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായി തന്നെ ആയിരിക്കും ഇസ്രായേൽ ഇനി പ്രതികരിക്കാൻ ഒരുങ്ങുന്നത്. ഒപ്പം തന്നെ അമേരിക്കയും ഇതിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത്. രാജ്യാന്തര ക്രിമിനൽ കോടതി ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് മാത്രമല്ല, മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനും ഹമാസ് സൈനിക കമാൻഡർക്കും ഉൾപ്പെടെയാണ് അറസ്റ്റ് വാറണ്ട് അയച്ചിരിക്കുന്നത്. ഇസ്രായേലിന്റെ വാദങ്ങളെ ഒക്കെ തന്നെ പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ടാണ്, തള്ളിക്കളഞ്ഞുകൊണ്ടാണ് നെതന്യാഹുവിനെതിരെയും യോവ് ഗാലന്റിനെതിരെയും ഒക്കെ വാറണ്ട് അയച്ചിരിക്കുന്നത്. ഹമാസ് മിലിറ്ററി കമാൻഡർ ആയിട്ടുള്ള മുഹമ്മദ് ദെയ്ഫിനും ഈ വാറണ്ട് അയച്ചിട്ടുണ്ട്. പക്ഷേ മുഹമ്മദ് ദെയ്ഫിനെ ഇതിനോടകം തന്നെ കാലപുരിക്ക് അയച്ചുവെന്ന് ഇസ്രായേൽ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുകയാണ്. റോയിറ്റേഴ്സും അതുപോലെ ജെറുസലേം പോസ്റ്റും അടക്കം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിരവധിയാണ് ഈ വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു വർഷത്തിലധികമായി ഗാസയിൽ തുടരുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പശ്ചാത്തലത്തിൽ യുദ്ധക്കുറ്റം ചുമത്തുന്നു എന്നാണ് കോടതി വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആ പേരിന്റെ പശ്ചാത്തലത്തിലാണ് നിലവിൽ വാറണ്ട് ഉള്ളത്. ഗാസയിലെ ജനങ്ങൾക്ക് അവരുടെ അവകാശമായിട്ടുള്ള പല കാര്യങ്ങളും നിന്ദിക്കുന്നു. ജനങ്ങൾക്ക് വെള്ളം, ഭക്ഷണം, മരുന്ന്, വൈദ്യസഹായം, ഇന്ധനം, വൈദ്യുതി എന്നിവ ഉൾപ്പെടെ അവരുടെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള അവകാശമായി ലഭിക്കേണ്ട ഒരു കാരണവശാലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത വസ്തുക്കളെ ബോധപൂർവ്വം നിഷേധിച്ചുവെന്നാണ് ICC ചേംബർ വിലയിരുത്തിയത്. എന്നിരുന്നാലും ഇസ്രായേലിനുള്ളിൽ നടത്തിയ ഭീകരാക്രമണത്തെയും 1200-ലധികം ആളുകളുടെ ജീവൻ അപഹരിച്ചതും 250-ലധികം ആളുകളെ ബന്ദികളാക്കിയതും ഇപ്പോഴും 100-ലധികം ആളുകളെ ബന്ദികളാക്കിയിരിക്കുന്നതും ഒന്നും തന്നെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി കണ്ടില്ലേ എന്നാണ് ഇസ്രായേൽ ഈ ഘട്ടത്തിൽ ചോദ്യം ഉന്നയിക്കുന്നത്. എല്ലാത്തിന്റെയും തുടക്കം അവിടെ നിന്നായിരുന്നു. അതിനുള്ള മറുപടി എന്നോണം തന്നെയായിരുന്നു കനത്ത പ്രഹരം ആരംഭിച്ചത്. പക്ഷേ നിലവിൽ ഒക്ടോബർ 7-നുണ്ടായ കൂട്ടക്കൊലയ്ക്ക് പിന്നാലെ ഉണ്ടായ ഗാസയിലെ സംഭവങ്ങൾ തന്നെയാണ് വാറണ്ട് പുറപ്പെടുവിക്കാനുള്ള ഏകകണ്ഠമായ തീരുമാനത്തിനുള്ള കാരണം. മുഹമ്മദ് ദെയ്ഫിനെ ജൂലൈയിൽ തന്നെ വ്യോമാക്രമണത്തിലൂടെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയെന്ന് അവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. തുല്യമായ ഒരു നീതി അല്ല ഇവിടെ എന്നുള്ള അവകാശവാദം ഇതിനോടൊക്കെ തന്നെ ഇസ്രായേൽ ഉയർത്തുന്നുണ്ട്. 3 പേർക്കും ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്തമുണ്ടെന്നും അത് വ്യക്തമാക്കുന്ന സാഹചര്യങ്ങളുണ്ടെന്നുമാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. ഇസ്രായേലും ഹമാസും ഈ ആരോപണങ്ങളെ പൂർണ്ണമായും നിഷേധിക്കുന്നു. ഇതിനോട് അനുഭാവപൂർവ്വമായിട്ടുള്ള തീരുമാനം പ്രകടിപ്പിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് നീതിന്യായ കോടതിയുടെ വാക്കുകൾ കേൾക്കേണ്ട സാഹചര്യമില്ല എന്നുള്ളത് അവർ വ്യക്തമായി പറയുന്നു. അതിനുള്ള വ്യക്തമായ മറ്റൊരു കാരണം കൂടി ഇതിനുശേഷം പറയുന്നതായിരിക്കും. മെയ് മാസം 20-ാം തീയതിയാണ് ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് പ്രോസിക്യൂട്ടർ കരീം ഖാൻ നെതന്യാഹുവിനും ഗാലന്റിനും ദെയ്ഫിനും നേരെ ഒപ്പം 2 ഹമാസ് നേതാക്കൾക്കുമെതിരെ വാറണ്ട് അയക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. അതിൽ ഹമാസ് നേതാക്കളായിട്ടുള്ള ഇസ്മയിൽ ഹനിയും യഹ്യ സിൻവറും ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടു. ദെയ്ഫും കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ പറയുന്നെങ്കിലും ആ വാദം ICC മുഖവിലേക്ക് എടുക്കുന്നില്ല. നെതന്യാഹുവും ഗാലന്റും ICC അംഗത്വമുള്ള ഏകദേശം 120ഓളം രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളിൽ എവിടേക്കെങ്കിലും യാത്ര ചെയ്താൽ ഇരുവരെയും അറസ്റ്റ് ചെയ്ത് നടപടി സ്വീകരിക്കാനാണ് നിലവിൽ സാധ്യമാകുന്നത്. അവർ അങ്ങനെ പോകുമ്പോൾ അവിടെ വെച്ച് പിടികൂടിയാൽ മാത്രമേ മറ്റ് നടപടികളിലേക്ക് കടക്കാൻ കഴിയൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി അറസ്റ്റിലായി കഴിഞ്ഞാൽ വിചാരണയ്ക്ക് വേണ്ടി ഇരുവരെയും ഹേഗിലെ കോടതിയിലേക്ക് ഹാജരാക്കും. പക്ഷേ ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഇസ്രായേലും അമേരിക്കയും ICCയിൽ ഇതുവരെയും അംഗത്വം എടുത്തിട്ടില്ല. അമേരിക്ക ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും 2005-ന് ശേഷം അത് പിൻവലിക്കുന്ന ഒരു നിലപാടിലേക്ക് കടന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഉത്തരവ് നടപ്പിലാക്കുന്നതിന് ചില പ്രായോഗിക പരിമിതികൾ ഉണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2023 ഒക്ടോബർ 7-ലെ അക്രമ സംഭവങ്ങളെ തുടർന്നാണ് ഈ കേസ് ആരംഭിക്കുന്നത്. ഇസ്രായേൽ, ഗാസ, വെസ്റ്റ് ബാങ്ക് എന്നിവിടങ്ങളിൽ നടന്ന അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട തെളിവ് ഇത് വളരെ വലിയ തോതിൽ ആശങ്ക ഉണർത്തുന്നുവെന്നാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നിരീക്ഷിച്ചത്. ഹമാസ് തെക്കൻ ഇസ്രായേലിൽ ആക്രമണം നടത്തി 1200 പേരെ കൊലപ്പെടുത്തി, 251 പേരെ ബന്ദികളാക്കി. ഇനി മറുഭാഗത്ത് ഇസ്രായേലിന്റെ പ്രത്യാക്രമണത്തിൽ ഗാസയിൽ 44,000-ലധികം പേർ കൊല്ലപ്പെട്ടുവെന്ന കണക്കാണ് പലസ്തീനിയൻ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിടുന്നത്. ജനങ്ങളെ ബന്ദികളാക്കി ഉപദ്രവിച്ചു, ബലാത്സംഗം, തടവിൽ പാർപ്പിക്കുക, കൊലപാതകം എന്നിവയാണ് ഹമാസിനെതിരായിട്ടുള്ള ഗുരുതരമായ പ്രോസിക്യൂഷൻ കുറ്റങ്ങൾ ആരോപിക്കുന്നത്. ജനവാസ മേഖലകളിൽ ആക്രമണം നടത്തി നിരവധി പേരെ കൊലപ്പെടുത്തി എന്ന് ഇസ്രായേലിന് നേരെയും കുറ്റം ആരോപിക്കുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ തന്നെ പൂർണ്ണമായും നിരാകരിക്കുന്നു ഇരു രാജ്യങ്ങൾ. അതേസമയം മറുഭാഗത്ത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തയാണ്. എന്നിരുന്നാലും ഇപ്പോൾ കൃത്യമായി ഇസ്രായേൽ സ്ഥിരീകരിച്ച കാര്യം ഹിസ്ബുള്ളയെ ഉറപ്പിച്ചു പറയുന്നു. ഹിസ്ബുള്ളയുടെ മീഡിയ റിലേഷൻസ് മേധാവി
മുഹമ്മദ് അഫീഫ് കൊല്ലപ്പെട്ടു എന്നത് ഹിസ്ബുള്ള ശരി വെക്കുന്നുണ്ട്. ലെബനിലെ അറബ് സോഷ്യലിസ്റ്റ് ബാത്ത് പാർട്ടിയുടെ ഓഫീസിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലൂടെയാണ് ഹിസ്ബുള്ളയുടെ ഉന്നത വക്താവ് കൂടിയായിട്ടുള്ള, അറിയപ്പെടുന്ന നേതാവ് കൂടിയായിട്ടുള്ള അഫീഫിനെ കൊലപ്പെടുത്തിയത്. അഫീഫിനെ കൊന്നുവെന്ന് ഇസ്രായേൽ സൈന്യം ഞായറാഴ്ച തന്നെ പ്രസ്താവനയിലൂടെ പറഞ്ഞത്. ഇസ്രായേലിലെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 3 പേർക്ക് പരിക്ക് സംഭവിക്കുകയും ചെയ്തു എന്നാണ് ലെബനീസ് ആരോഗ്യ മന്ത്രാലയവും പറയുന്നത്. ആദ്യകാല ഹിസ്ബുള്ള നേതാക്കളിൽ ഒരാൾ കൂടിയാണ് മുഹമ്മദ് അഫീഫ് എന്ന് പറയുന്നത്. 83-ലാണ് മാധ്യമ പ്രവർത്തനം അഫീഫ് ആരംഭിച്ചത്. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 27-ന് ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയ ഹസൻ നസ്രല്ലയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തി കൂടിയാണ് മുഹമ്മദ് അഫീഫ്. 2014-ൽ നസ്രല്ലയുടെ മാധ്യമ ഉപദേഷ്ടാവായി പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് അഫീഫിനെ ഹിസ്ബുള്ളയുടെ തന്നെ മീഡിയ വിഭാഗം മേധാവിയാക്കി നിയമിച്ചത്. ന്യൂസ് ഡെസ്ക് വെളിവാർത്ത.